ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ 5 സ്റ്റഡി വ്ലോഗ്. ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. എങ്കിൽ പോലും എഴുന്നേറ്റല്ലേ പറ്റൂ. അങ്ങനെ ഇന്ന് രാവിലെ നോക്കിയത് റിനൈസൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം PSC എക്സാമുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്ര വിശാലമായിട്ടുള്ളൊരു ടോപ്പിക്ക് കൂടിയാണ്. നമ്മൾ ഒരുപാട് കൃതികളെക്കുറിച്ചും ഒരുപാട് ആളുകളെക്കുറിച്ചും അവർ ജനിച്ച വർഷം, മരിച്ച വർഷം, കണ്ടുമുട്ടിയ വർഷം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടി വരും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു 3-4 പേരെ പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ദിവസം ഒരു നവോത്ഥാന നായകനെക്കുറിച്ച് പഠിക്കാമെന്നാണ്. അങ്ങനെയാകുമ്പോൾ പിന്നെ നമുക്ക് ഒരു മാസം കൊണ്ട് നവോത്ഥാനം നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. എൻ്റെ PSC പഠനത്തിൽ ഞാൻ PYQകളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ചില ഏരിയകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റു ചില ക്വസ്റ്റ്യൻസുകൾ എക്സാമുകളിൽ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ റിനൈസൻസ്, അതുപോലെ ജിയോഗ്രഫി തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളിലൊക്കെ അങ്ങനെയൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയകളിൽ കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കാറുണ്ട്. അത് വരുന്ന എക്സാമുകളിലൊക്കെ തന്നെ ഉപകാരപ്പെടാറുമുണ്ട്. ഞാൻ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സിലൂടെ PSC പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സൈലം. സൈലത്തിൽ നിന്ന് എനിക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ക്ലാസ്സുകളാണെങ്കിലും എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. അതുപോലെ മറ്റു ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കൂടി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രിക്ടൺ, അതുപോലെ ഹർഷിത് മെജുടെക്, അതുപോലെ ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ. ഇതൊക്കെ തന്നെ എൻ്റെ ഒരു PSC ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. വീട്ടിലിരുന്ന് പഠിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു ഓൺലൈൻ ക്ലാസ് പർച്ചേസ് ചെയ്യുന്നത് നന്നായിരിക്കും.